ഈശോ മിശിഹായ്ക്ക് സ്തുതിയാകട്ടെ. നല്ലിടയനായ ഈശോയുടെ ശബ്ദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. 2013 മാർച്ച് മാസത്തിൽ ഈശോയുടെ വലിയ മക്കുവനായിട്ട് ആഗോള കത്തോലിക്ക സഭയുടെ നായകനായിട്ട് മാർപ്പാപ്പയായിട്ട് സ്ഥാനമേറ്റത്. നാളിതുവരെ നയിച്ച മാർപ്പാപ്പമാരിൽ 266 മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് എന്ന നാമം ധരിച്ചുകൊണ്ട് ബിഷപ്പ് ഫ്രാൻസിസ് അസീസിയുടെ ജീവിത ശൈലിയാണ് ലാളിത്യം നിറഞ്ഞ ജനകീയനായ ജനങ്ങളോടൊപ്പമുള്ള ഒരു വലിയ വിശുദ്ധനായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം ആദരിക്കുക. ഹൃദയം കൊണ്ട് സംസാരിച്ച ഒരു മാർപ്പാപ്പയെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മുഴുവൻ സ്നേഹമാണ് നിറഞ്ഞു നിന്നത്. പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു മാർപ്പാപ്പ. ലോകമെങ്ങും പോകുമ്പോഴും പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മിൽ നിന്ന് വിടവാങ്ങി നിത്യസമ്മാനത്തിനായിട്ട് പോകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിലൂടെ സഭയ്ക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്ദി.